ടു കണ്ടായിട്ട് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല കിടക്കാച്ച ടിപ്പുകളാണ്, കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ്. അപ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അങ്ങ് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഡോറിലുണ്ടാവുന്ന ആ ഒരു ബീഡിങ്ങില്ലേ, അതിലെപ്പോഴും ഇങ്ങനെ അഴുക്ക് പിടിക്കും, ആ ഒരു കറുപ്പ് കളറൊക്കെ വരും അല്ലേ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അതിന് വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ കോൾഗേറ്റ് ഇല്ലേ, അതെ, ക്ലീനിങ്ങിൽ നല്ല ബെറ്ററാണ് കേട്ടോ നമ്മുടെ കോൾഗേറ്റ്. അതിനിതാ ഒരു ബ്രഷിലേക്ക് ആക്കിയിട്ട് അങ്ങനെ നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രഷ് തന്നെ എടുക്കണം, കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഒരു 2-3 വിടവുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ബീഡിങ്, അങ്ങനത്തെ ബീഡിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിലേക്കൊക്കെ കറക്റ്റ് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് തന്നെ എടുത്ത് നല്ലപോലെ ഓടിച്ച് റബ്ബ് ചെയ്ത് അങ്ങ് കൊടുക്കുമ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ ഇങ്ങനെ ഇളകി അങ്ങ് പോരും കേട്ടോ. എന്നിട്ടൊരു കോട്ടൻ്റെ ഒരു ടവൽ വെച്ചത് അതിങ്ങനെ തുടച്ച് അങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്കതാ കാണാം അതിനകത്ത് അഴുക്കിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്ത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറില്ല. വീണ്ടും നമ്മൾ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് നല്ലപോലെ റബ്ബ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ അഴുക്കുകൾ അങ്ങ് ഇളകി അങ്ങ് പോന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 1-2 പ്രാവശ്യം നമുക്ക് ഇതൊന്ന് വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലീനായി കിട്ടും. ഇത് നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇത് ക്ലീൻ ആക്കണം കേട്ടോ. എന്നാലാണ്, അതായത് ചിലപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കും, ആഴ്ചയിൽ ഒരിക്കലോ 1-2 ചെയ്യുമ്പോൾ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മളിത് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിത് ചെയ്യണം. കാരണം അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അഴുക്കൊക്കെ പിടിച്ചിരുന്ന് പിന്നെ നമ്മുടെ ഡോർ അടയായിക്കൊക്കെ വന്നാൽ കറണ്ടൊക്കെ ഒരുപാട് ചിലവാകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണല്ലോ. ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ പേസ്റ്റ് വെച്ചിട്ടല്ലേ ചെയ്തത്, ഇനി നമുക്കൊരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കിത് ക്ലീൻ ആക്കാം. അതിന് വേണ്ടി കുറച്ച് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി, പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ, നമ്മുടെ ചൊറുക്ക, അതൊരു 1-1.5 ടേബിൾ സ്പൂൺ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കാണാൻ നല്ല രസമായിരിക്കും, ആളിങ്ങനെ പതഞ്ഞു പോകും. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കുക, പതഞ്ഞ് പുറത്തേക്ക് വേണ്ടിയിരിക്കാൻ കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഏത് ലിക്വിഡാണോ, ഇപ്പോൾ ഹാൻഡ് വാഷോ അതേപോലെ തന്നെ പാത്രം കഴുകാൻ നമ്മുടെ വിമ്മിൻ്റെ ലിക്വിഡോ ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല കേട്ടോ, അത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇതിന് നല്ലപോലെ മിക്സ് ചെയ്യാം നമുക്ക്. എന്നിട്ട് ഈ സംഭവം വെച്ചിട്ട് നമുക്ക് ഇതേമാതിരി തന്നെ സെയിം മെത്തേഡിൽ നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ഈ ബീഡിങ് നമുക്ക് നല്ല ക്ലീൻ ആക്കി നമുക്ക് റബ്ബ് ചെയ്ത് കൊടുത്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സംഭവങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് കണ്ട, അത് നമ്മൾ എടുക്കണതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ എടുക്കണേ അല്ലേ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് ആ ബ്രഷ് വെച്ചിട്ട് തന്നെ നമ്മൾ നേരത്തെ പേസ്റ്റ് വെച്ച് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇത് വെച്ച് നല്ലപോലെ റബ്ബ് ചെയ്ത് അങ്ങ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കൊടുക്കുമ്പോൾ ആ അഴുക്കുകൾ ഇങ്ങനെ ഇളകി വരുന്നുണ്ടോ, നല്ല സിമ്പിളായിട്ട് പോരും. അധികം നമ്മൾ ബലം പിടിക്കുക കാര്യങ്ങളോ ഒന്നും വേണ്ട, സുഖമായിട്ടങ്ങ് പോരും. ഇനി അതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനൊന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ആ ഒരു കോട്ടൻ്റെ വെള്ളമൊന്നും ഇരിക്കാൻ പാടില്ല കേട്ടോ, ഇടയിലുള്ള വെള്ളമൊക്കെ നമ്മളൊന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല വെളുത്ത് നല്ല കുട്ടപ്പനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ടിപ്പൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളണേ. ഇനി നമുക്ക് മിക്സി അങ്ങോട്ട് നീക്കാത്തിരി പാടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ സുഖമായിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാം. ഇനി നമ്മൾ മിക്സിന് ഉടുപ്പിടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പഴയ ഉടുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കളയൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനത്തെ കൈയില്ലാത്ത ഇങ്ങനത്തെ ഇതുകളില്ലേ, അത് വെച്ചിട്ട് ഇതിങ്ങനെ കെട്ടി വെക്കാം നമുക്ക്. അപ്പോൾ ഇതേ നല്ല സുഖമായിട്ട് നമ്മുടെ മിക്സിന് ഉടുപ്പിടിച്ചില്ലേ. ഇനി ഇത് പൊക്കൊന്നും വേണ്ട, നമുക്ക് അതിൻ്റെ ആ ഒരു തിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് തിരിക്കാം. ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കെട്ടി വെക്കാം. അപ്പോൾ വെള്ളമൊന്നും ആവില്ല, നല്ല സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മിക്സിയുടെ വയർ ഇങ്ങനെ അങ്ങ് കിടക്കും അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു 3-4-5 എത്രയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അത്രയും ഇതാക്കി നമുക്കിതിനെ മടക്കിയിട്ട് നമുക്കിതാ നമ്മുടെ കയ്യിൽ വള എപ്പോഴും ഉണ്ടാവുമല്ലോ, ആ ഒരു വളയുടെ ഉള്ളിലേക്ക് ആക്കി വെച്ചത് അവിടെ ഇരുന്നോളൂ കേട്ടോ. അതും നല്ലൊരു ടിപ്പാണേ. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കുറച്ച് പേര് എന്നോട് ചോദിച്ചു ഈ നമ്മുടെ വുഡൻ ഇതിൽ പൂപ്പലൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെ കളയാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക, അതിലേക്ക് നമ്മുടെ ഹാൻഡ് വാഷ്, ഏതെങ്കിലും സ്മെല്ലുള്ള ഷാമ്പൂ ഹാൻഡ് വാഷ് എന്തായാലും മതി കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ ആ ഒരു മിക്സറിതല്ലേ, അത് നമുക്കിതാ ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് ജസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് തുടച്ചു കൊടുത്താൽ പൂപ്പലും കാര്യങ്ങളൊക്കെ മരത്തിലുള്ളത് പോവും. ഇന്നത്തെ നമ്മുടെ ടിപ്പുകൾ വന്നിട്ട് നമ്മുടെ തേങ്ങാമുറികൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഈ സംഭവം ഇരുന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് ഉണങ്ങും അല്ലേ, ഉണങ്ങിയതാകെ ഒരു ഇതാവും. അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാനുള്ള കുറച്ച് കുഞ്ഞു ടിപ്പുകളാണ് കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉപ്പ്, അത് 2ലും കൊടുത്തിട്ട് ആ ഉപ്പിനെ ഒന്ന് നല്ലപോലെ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ തേങ്ങ ചീത്തയാവില്ല.
അല്ലെങ്കിൽ ചിലത് അതിൻ്റെ ചുവയൊക്കെ ഒന്ന് വ്യത്യാസം വരും. ഇത് ചുവയൊന്നും വ്യത്യാസം വരില്ല. ചീത്തയാവാതെ ഇത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ അത് അവിടെ ഇരുന്നോളൂ കേട്ടോ, ഒരു കുഴപ്പം ഇതിന് ഉണ്ടാവില്ല. അപ്പോൾ ആ രണ്ടെണ്ണത്തിലും ലേശം മതി കേട്ടോ, ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ, അതായത് ഫ്രീസറിലൊന്നും വെക്കുക, അല്ലാതെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇനി അതേപോലെ തന്നെ വേറൊരു ടിപ്പാണ്, ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുക്കുക. അത്യാവശ്യം നമ്മുടെ ഈ രണ്ട് തേങ്ങാമുറി ഇട്ട് വെക്കാൻ പാകത്തിനുള്ള വെള്ളം എടുത്തിട്ട് ഇതിനകത്ത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ തേങ്ങാമുറിനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ പക്ഷേ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ വെള്ളം ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഒന്നരാടിട്ട് വെള്ളം ചേഞ്ച് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തേങ്ങ നല്ല സൂപ്പറായിട്ടിരിക്കും. ഇപ്പം നമ്മൾ പൊട്ടിച്ച് തേങ്ങ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി വലിയ പാത്രത്തിൽ വയ്ക്കാനായിട്ട് സ്ഥലമില്ലാത്തവർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുഞ്ഞൊരു ഡവർ എടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ തേങ്ങ കറക്റ്റ് ഇരിക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സാധാ വെള്ളം, നമ്മുടെ പച്ചവെള്ളം അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിലൊന്നും വയ്ക്കുന്ന അല്ലാതെ വെച്ചാൽ മതി. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഇടയ്ക്കൊന്ന് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട്, നമ്മൾ അരി കഴുകുമ്പോൾ ചില അരികൾക്ക് ചെറിയ രീതിയിലൊരു സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു കവറിലിരുന്നതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പം അത് നമുക്ക് കഴുകുമ്പോൾ കളയാൻ വേണ്ടി ആദ്യം അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമുക്ക് ഈ അരിനെ നല്ലപോലെ നമുക്ക് തിരുമണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പ് ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ ലേശം വെള്ളമുണ്ട്, സാധാ വെള്ളം കേട്ടോ, പച്ചവെള്ളം തന്നെയാണ്. എന്നിട്ട് നല്ലപോലെ തിരുമ്മി ഒരു 2 മിനിറ്റൊക്കെ മതി കേട്ടോ, ഒന്ന് തിരുമ്മി നല്ലോണം ഒന്ന് ഇതാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എന്തായാലും നമ്മൾ അരി വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് നല്ല ഒരു തിളച്ച് വരാറാവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ അരിയൊക്കെ കഴുകി റെഡിയാക്കാൻ നിൽക്കുക അല്ലേ. അപ്പോൾ ആ വെള്ളം തന്നെ നമുക്ക് കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ അരിയിലേക്ക്, നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ, അത് നമുക്ക് അരിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി വേഗം പോയി അതിനകത്തോട്ട് കൈയിടരുത്, കൈ പൊള്ളിപ്പോവും. ഒന്ന് ചിറ്റിച്ചൊക്കെ കൊടുത്ത് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചിട്ട് അതായത് പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ ആ മണവും കാര്യങ്ങളും ഒക്കെ പോയി കിട്ടും കേട്ടോ. നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും. അപ്പം ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ടിപ്പ് വന്നിട്ട്, നമ്മളിങ്ങനെ പഴമൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം അത്യാവശ്യം ചിലപ്പോൾ പഴുത്ത പഴമായിരിക്കും കിട്ടണേ, പക്ഷേ പെട്ടെന്ന് അത് ചിലപ്പോൾ കാലത്ത് മേടിച്ച് വൈകുന്നേരം ആകുമ്പോൾ നല്ലപോലെ അങ്ങ് പഴുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ നല്ലപോലെ ഇങ്ങനത്തെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതിനകത്ത് അങ്ങ് പൊതിഞ്ഞ് വെക്കാം. അപ്പോൾ പെട്ടെന്ന് ആശാൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പഴുക്കില്ല. നമുക്ക് പിറ്റേ ദിവസവും ഒക്കെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് അങ്ങ് പഴുത്തങ്ങ് പോവില്ല. പ്രത്യേകിച്ച് ചെറിയ പഴവും ഏത്തപ്പഴവും എന്ത് പഴമായിക്കോട്ടെ ഇങ്ങനെ വയ്ക്കാം. ഇനി വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ പ്ലാസ്റ്റിക് കവറില്ലേ, അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റേ പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട് ഇതിൻ്റെ ഇങ്ങനത്തെ ഭാഗം നമുക്ക് റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും പഴം പെട്ടെന്ന് ഒരുപാട് അങ്ങ് പഴുത്ത് പോവില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് അതിനെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് അങ്ങ് ഇതാക്കി വയ്ക്കാം. അപ്പോഴും പഴം അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ നല്ല നല്ല ടിപ്പുകളായിട്ട് വരാം. അപ്പോൾ എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് തരുന്നത്. അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.